ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. പലർക്കും കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ ഒരു പാസ്സാവാനുള്ള ഒരു മാർക്ക് സാധ്യത ഇല്ല, അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോ കിട്ടുള്ളൂ, അതായത് ചിലപ്പോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നീട് ഒരു അവസരം ഉണ്ടാവില്ല. ഈ ഒരു കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ടൈം എടുക്കും, 2 മാസത്തോളം ടൈം എടുക്കും. അപ്പൊ ആ 2 മാസത്തോളം കാത്തിരുന്നതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്തുണ്ടാവില്ല, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും ഈ ഒരു സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. അത് ഒരു 1000 രൂപ അതിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഇനി നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഒരു 100 മാർക്കിന് മുകളിലൊക്കെ നിങ്ങൾക്ക് കൂട്ടി നോക്കുമ്പോ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 100 മാർക്കിന് മുകളിലൊക്കെ ഒരു സ്കോർ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ നോക്കുന്നത് ഏതെങ്കിലും അക്കാഡമിയുടെ ആൻസർ കീ വെച്ചിട്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ പൊതുവെ വരാറുണ്ട്. ചെറിയ മിസ്റ്റേക്കുകൾ, തെറ്റുകൾ, അതായത് നമ്മൾ വിചാരിച്ച മാതിരി ഒരു ഉത്തരായിരിക്കില്ല പരീക്ഷാ ഭവൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, വിചാരിച്ചിട്ടുണ്ടാവുക. ചെറിയ മാറ്റങ്ങളൊക്കെ പൊതുവെ സാധാരണ വരാറുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ 1-2 മാർക്ക് അങ്ങോട്ടും പൊതുവെ കൂടാറാണ് പതിവുള്ളത്. അതായത് ഇപ്പൊ നിങ്ങൾ 100 മാർക്ക് കൂട്ടി നോക്കി 50 എണ്ണം നിങ്ങൾക്ക് ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ 50 എണ്ണം ഉണ്ടല്ലോ, അതിൽ നിന്നും ചിലപ്പോൾ 2 മാർക്കൊക്കെ ശരിയായിട്ട് വന്നിട്ട് അങ്ങനെ പൊതുവെ കൂടാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരും. എന്നാലും നിങ്ങൾക്ക് ഒരു പാസ്സാവും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ അപ്ലൈ ചെയ്യും വേണം. പിന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും പഠിക്കുകയും പിന്നെ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ ഒരു സാഹചര്യം, ആ ഒരു പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ പൊതുവായിട്ട് പരീക്ഷയെ കുറിച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങളിപ്പോ കഴിഞ്ഞ പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കും സ്ട്രക്ചർ. 150 മാർക്കിന് പാസ്സാവാൻ 90, ജനറൽ ആണെങ്കിൽ 90, അല്ലെങ്കിൽ OBC മറ്റു വിഭാഗമാണെങ്കിൽ 82 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അതാണ് പരീക്ഷയെ കുറിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവാൻ മാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അതേ രീതിയിൽ തന്നെ ആയിരിക്കും അടുത്ത പരീക്ഷയും. സർവീസിലുള്ളവർക്കുള്ള പ്രത്യേക പരീക്ഷയാകുമ്പോൾ മാർക്കിൽ ഇളവൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് കൃത്യമായിട്ട് RT ആക്ടിൽ പറയുന്ന രീതിയിൽ തന്നെ, ആ കൃത്യമായ രീതിയിൽ തന്നെ ആയിരിക്കും പരീക്ഷ നടത്തുക. പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ എല്ലാവരും ഒരു പ്രതീക്ഷയോടെ ഇരിക്കായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കും എന്നുള്ളതൊക്കെ ഉണ്ടാവും. സിമ്പിൾ ആവാം, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ വളരെ കുറച്ച് പ്രയാസം ഉണ്ടാവും, എന്തും സംഭവിക്കാം. ഈ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ പരീക്ഷയിൽ ഒരു 75-80 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു 75 മാർക്കിലൊക്കെ പലരും എത്തിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത പരീക്ഷ സിമ്പിളും കൂടി ആകുമ്പോൾ വളരെ പെട്ടെന്ന് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ കഴിയും എന്നുള്ള അമിതമായിട്ടുള്ള വിശ്വാസമൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. നമുക്ക് എന്തും സംഭവിക്കാം. ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വളരെ പ്രയാസമേറിയ പരീക്ഷ ഒന്നും ആയിരിക്കില്ല. എന്നാലും ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഈ മറ്റൊരു അവസരം ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. സർവീസിലുള്ളവർക്ക് പ്രത്യേകം പരീക്ഷ എപ്പോഴും നടത്തണം എന്നൊന്നുമില്ല. ഇത് വളരെ ലാഗ് ആയിട്ടാണ് പരീക്ഷ ഭവൻ കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. ഇനി അടുത്തത് ജനറൽ ആയിട്ട്, ഈ ഒരു സർവീസുള്ള കഴിഞ്ഞാൽ പിന്നെ ജനറൽ ആയിട്ടുള്ള പരീക്ഷയാണ് പിന്നെ വരാനുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കൊരു സാധ്യതകൾ ഈ ഒരു പരീക്ഷയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാതെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കുറെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നെ വീണ്ടും ഞാൻ കുറെ പറഞ്ഞ ആവർത്തന വിരസത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷയെ കുറിച്ച് എന്തെങ്കിലും അടിസ്ഥാനമായിട്ട് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗണിതത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയത്തെയും പോലെ തന്നെ 30 മാർക്കിന് ചോദിക്കുന്നത് ഗണിതത്തിലും നിന്നും എന്ത് ചെയ്യും, 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് മാത്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും, മാത്സിൽ നിന്നും നല്ല സ്കോർ നമുക്ക് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മാത്സിലെ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, നമ്മൾ സാധാരണ ഒരു ബാച്ച് ആരംഭിക്കാറുള്ളത് ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിലൂടെയാണ് സാധാരണ നമ്മൾ കടക്കാറുള്ളത്.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് എക്സാമിന് പൊതുവെ ചോദിക്കുന്ന ഒരു മേഖലയാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ക്ലോക്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു മത്സര പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ക്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിബിംബ സമയം കാണാൻ ചോദിക്കാറുണ്ട്. ഒരു മോഡൽ എന്ന് പറയുന്നത് പ്രതിബിംബ സമയം കാണാനായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോണളവ് കാണാൻ ചോദിക്കും. ഓക്കെ, മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കാണാൻ ചോദിക്കും. ഇതാണ് പൊതുവെ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രണ്ട് മോഡലുകൾ. ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് വളരെ ഒരുപാട് മോഡലുകൾ, വളരെ വ്യത്യസ്തമായ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലോക്കിൽ ഒന്ന് പ്രതിബിംബ സമയം കാണാനും അതേപോലെ തന്നെ കോണളവ് കാണാനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് മോഡൽ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിലും ഓരോ മോഡലുകളിലായിരിക്കും പഠിക്കുക. അതായത് ഇപ്പൊ ക്ലോക്കിൽ നമ്മളിപ്പോ പറഞ്ഞു രണ്ട് മോഡലുകൾ. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ വേഗത എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ ഉണ്ടായിരിക്കും. മൂന്നും നാലും മോഡലുകൾ എന്തുണ്ടായിരിക്കും, ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ മോഡൽ മാറുമ്പോഴും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത മോഡൽ ഏതാണെന്ന് വെച്ചാൽ ആ മോഡൽ നോട്ട് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് നോക്കുക. പറഞ്ഞ മനസ്സിലായോ? അതായത് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഓരോ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് മോഡൽ 1, മോഡൽ 2, മോഡൽ 3 എന്ന് പറഞ്ഞിട്ട് ഓരോ മോഡൽ മാറുമ്പോഴും ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിലെങ്ങനെയാണ് ചോദ്യം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, പിന്നെ ഏത് വിഷയമാണെങ്കിലും കൃത്യമായിട്ട് ഒരു നോട്ട് നിങ്ങൾ സ്വയം എഴുതുക. പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് എന്ന് പറയുന്നത്. ഞാനൊരു PDF നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ടായിരിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കണമെന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുമ്പോൾ അതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവുക. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോവുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും, വെറുതെ ഇനിയിപ്പോ അത് ചോദിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സംശയമുള്ളത് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ ആണല്ലോ. ഇപ്പൊ ക്ലോക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മോഡലുകളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് പ്രതിബിംബ സമയം കാണാനാണ്. എന്താണ് ഈ പ്രതിബിംബ സമയം എന്നോട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ഒരു മിററും ഒരു കണ്ണാടി. ഓക്കെ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്ലോക്ക് എന്ത് ചെയ്യും, ആ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണിക്കും. ഈ ക്ലോക്ക് എന്ത് ചെയ്യും, ഈ കണ്ണാടിയിൽ എന്ത് ചെയ്യും, കാണിക്കും. ആ കാണിക്കുന്ന സമയത്തിൽ മാറ്റമുണ്ടാവും. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നും ഇടത് കൈ പൊക്കിയാൽ അതിൽ വലത് കൈ പൊക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടാം, അല്ലേ? നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് വലത് കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ എന്തായിരിക്കും, ഇടത് കൈ പൊക്കുന്ന പോലെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് എന്ത്, ക്ലോക്ക് ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണിക്കുമ്പോൾ, അതായത് ഒരു ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണിക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും, സമയത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഈ ക്ലോക്കിൽ 3 മണിയാണെങ്കിൽ ഈ കണ്ണാടിയിൽ ഈ ഒരു ക്ലോക്ക് പ്രതിബിംബിച്ച് കാണിക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും, സമയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആ സമയം എത്ര എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രതിബിംബ സമയം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് പ്രതിബിംബ സമയം എന്നാ പറയുന്ന ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ക്ലോക്ക് ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണിക്കുമ്പോൾ അതിലെ സമയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ആ സമയം എത്ര എന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രതിബിംബ സമയം എത്ര എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു ചോദ്യം വന്നാൽ ചെയ്യേണ്ടത് മനസ്സിലാക്കി വെക്കുക. പ്രതിബിംബ സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ക്ലോക്കിലെ പ്രതിബിംബ സമയം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്ന സമയം ശ്രദ്ധിച്ചു മനസ്സിലാക്കി വെക്കുക. തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് തന്ന സമയം ഒരു സംഖ്യയായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെയായിരിക്കും ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 2:25 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര? ചോദ്യം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യന്? ഒരു ക്ലോക്കിലെ സമയം 2:25 എന്ന് കാണിക്കുന്നു എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? അപ്പൊ തന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു സംഖ്യ, ഒരു നമ്പർ ആയിട്ട് സങ്കല്പിക്കുക. 2:25 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഓക്കെ, അപ്പൊ ആ ഒരു സംഖ്യ 11-നേക്കാൾ ചെറിയ ഒരു സംഖ്യയാണെങ്കിൽ എന്തിൽ നിന്നും കുറയ്ക്കണം, 11:60 നിന്നും കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്നും കുറയ്ക്കുക. ഇനി 11-നേക്കാൾ കൂടുതലാണെങ്കിൽ, സമയം 11-നേക്കാൾ സമയമല്ല, തന്ന സമയത്ത് ഒരു സംഖ്യയായിട്ട് സങ്കല്പിക്കുമ്പോൾ
ആ സംഖ്യ 11-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്തിൽ നിന്നും കുറക്കാം? 2360-ൽ നിന്നും മൈനസ് ചെയ്യാം. പറഞ്ഞു വ്യക്തമായോ? ഒന്നുകൂടി പറയാം. 11-നേക്കാൾ ചെറിയ സംഖ്യയാണെങ്കിൽ 1160-ൽ നിന്നും, 11-നേക്കാൾ വലിയ സംഖ്യ ആണെങ്കിൽ 2360-ൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കണ്ണാടിയിലെ പ്രതിബിംബ സമയം കിട്ടും. ഓക്കെ, ഇനി ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമയം 2:25. സമയം 2:25 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര? ചോദ്യം എത്ര ആയിരിക്കും? ഒരു ക്ലോക്കിൽ സമയം 2:25 എന്ന് കാണിക്കുന്നു എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര? അങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് തന്ന സമയം. ഇവിടെ തന്ന സമയം എത്രയാണ്? 2:25. ഈ 2:25 എന്ന് പറയുന്നത് 11-നേക്കാൾ ചെറുതാണോ വലുതാണോ? എന്തായിരിക്കും? 2:25 എന്ന് പറയുമ്പോൾ 2.25 അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 2.25 എന്ന് പറയുന്നത് 11-നേക്കാൾ ചെറുതാണോ 11-നേക്കാൾ വലുതാണോ? രണ്ടേ 25 എന്ന് പറയുന്നത് എന്താണ്? 11-നേക്കാൾ ചെറുതാണ്. അങ്ങനെ 11-നേക്കാൾ ചെറുതാണെങ്കിൽ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യണം എന്നാ പറഞ്ഞത്? 11:60-ൽ നിന്ന് മൈനസ് ചെയ്യാം. 11:60 മൈനസ് 2:25 ഇത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 60-ൽ നിന്നും 25 കുറച്ചാൽ എത്ര കിട്ടും? 35. 11-ൽ നിന്ന് 2 കുറച്ചാൽ 9. 9:35 എന്ന് കിട്ടും. ഇപ്പൊ 2:25 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര ആയിരിക്കും? പ്രതിബിംബ സമയം 9:35 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രതിബിംബ സമയം കണ്ടെത്താൻ സാധിക്കും. ഒന്നുമില്ലാത്ത അന്ന സമയത്ത് ഒരു സംഖ്യയായിട്ട് സങ്കല്പിക്കുക. അത് 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60-ൽ നിന്ന് മൈനസ് ചെയ്യാം. 11-നേക്കാൾ വലുതാണെങ്കിൽ ഇപ്പൊ 11:20, 11:30 അല്ലെങ്കിൽ 12:20 അങ്ങനെ 12 വെച്ചിട്ടൊക്കെ നമുക്ക് സമയം തരും. എന്നിട്ട് കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര എന്ന് ചോദിക്കുമ്പോൾ അത് 11-നേക്കാൾ വലുതാണ്. അങ്ങനെ 11-നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60-ൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഒരു ക്ലോക്കിൽ സമയം 11:30 ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കട്ടെ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ചോദ്യം ഈ ഒരു മോഡലായിരിക്കും. സമയം തരും, കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര എന്ന് ചോദിക്കും. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? പെട്ടെന്ന് ചെയ്ത് നോക്കൂട്ടാ. ഓക്കെ, തുടരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംഖ്യയായിട്ട് സങ്കല്പിക്കണം. 11:30, 11.30 അല്ലെങ്കിൽ 11.3 എങ്ങനെയും വിചാരിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ആ സമയം എന്ന് പറയുന്നത് എന്താണ്? അല്ലെ ആ സംഖ്യ എന്ന് പറയുന്നത് 11-നേക്കാൾ വലുതാണ്. 11-നേക്കാൾ വലുതാണെങ്കിൽ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യാന്നാ പറഞ്ഞത്? രണ്ട് കാര്യമാണ് പറഞ്ഞത്. 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60-ൽ നിന്നും, 11-നേക്കാൾ വലുതാണെങ്കിൽ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യണം? 23:60-ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 23:60 മൈനസ് 11:30. 60-ൽ നിന്ന് 30 കുറച്ചാൽ 30, 3 1 കുറച്ചാൽ 2, 12:30 എന്ന് കിട്ടും. എല്ലാവർക്കും ഉത്തരം 12:30 എന്ന് കിട്ടിയോ? കിട്ടിയോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ?
സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു റെസ്പോൺസും ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. ഒരു ക്ലോക്കിൽ സമയം 7:15 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? ഒരു ക്ലോക്കിൽ സമയം 7:15 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്പീഡിൽ ചെയ്ത് ശീലിക്കണം കേട്ടോ. അതായത് നമുക്ക് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, സമയം കിട്ടുള്ളൂ. നമുക്ക് മലയാളത്തിലൊക്കെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ആ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് അതിനുള്ളിലൊക്കെ നോക്കിയിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ അത്യാവശ്യം സമയം വേണ്ടി വരും. അപ്പൊ ആ സമയമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് സമയം കിട്ടുള്ളൂ. ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഒരു ക്ലോക്കിലെ സമയം 7:15 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മിറർ ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സമയത്തെ ഫോക്കസ് ചെയ്യുന്നു. സമയം എന്ന് പറയുന്നത് 7:15 ആണ്. സമയം 7:15 എന്ന് പറയുന്നത് 11നേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ്. 11നേക്കാൾ ഒരു ചെറിയ സംഖ്യയാകുമ്പോൾ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യണം? അപ്പോൾ 11നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്നും മൈനസ് ചെയ്യുന്നു. 11:60 മൈനസ് 7:15. 60 നിന്നും 15 കുറച്ചാൽ 45. 11 നിന്നും 7 കുറച്ചാൽ 4. 4:45 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 4:45. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മാത്രം മതി. 11നേക്കാൾ ചെറുത് 11:60 നിന്ന് മൈനസ് ചെയ്യണം. 11നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യണം. അത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, അപ്പൊ 11 മണിയാണെങ്കിലോ? 11 മണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. സമയം 11 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 11:60 നിന്ന് മൈനസ് ചെയ്ത് നോക്കാം. 11:60 മൈനസ് 11 മണി. 60 നിന്നും 0 കുറച്ചാൽ 60. 11 നിന്നും 11 കുറച്ചാൽ 0. 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് ഏതാ സമയം? 0 മണിക്കൂറും 60 മിനിറ്റ് എന്ന് പറയുന്നത് ഏതാ സമയം? 1 മണി. ഓക്കെ, സമയം എന്ന് പറയുന്നത് ഏതാണ്? 1 മണി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ 11 ആകുമ്പോൾ ഇനി 23:60 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 13 എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? 1 മണി തന്നെയാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ ചോദിക്കാറുമില്ല കേട്ടോ. ഇനി നമുക്ക് സമയം എന്ത് തരാം? മണിക്കൂറുകൾ മാത്രമുള്ള സമയം തരാം. 3 മണി, 4 മണി, 5 മണി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, സമയം മാത്രമായിട്ട്, അതായത് മിനിറ്റ് ഇല്ലാതെ മണിക്കൂർ മാത്രമുള്ള സമയങ്ങൾ തരാം. ഓക്കെ ആണല്ലോ. ഒരു ക്ലോക്കിൽ സമയം 3 മണി ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? ഇങ്ങനെ മിനിറ്റ് ഇല്ലാതെ മണിക്കൂർ മാത്രമായിട്ട് തന്നാലും ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് സെയിം രീതി തന്നെയാണ്. നമ്മളോട് ഒരു ക്ലോക്കിൽ സമയം 3 മണി ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ 3 മണി എന്ന് പറയുന്നത് എന്താണ്? 11നേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ്. 11നേക്കാൾ ഒരു ചെറിയ സംഖ്യ ആണെങ്കിൽ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യാനാ പറഞ്ഞത്? 11:60 നിന്ന് മൈനസ് ചെയ്യാം. 11:60 മൈനസ് 3. ഓക്കെ ആണല്ലോ. അതായത് മണിക്കൂർ മാത്രം, ഇവിടെ മിനിറ്റ് ഇല്ല. മിനിറ്റ് എന്ന് പറയുന്നത് 0 അങ്ങനെ മിനിറ്റ് ഇല്ലാത്ത സമയമാണെങ്കിൽ പോലും ഈ രീതിയിൽ ചെയ്യാം. 11:60 മൈനസ് 3 മണി. 60 നിന്നും 0 കുറച്ചാൽ 60. 11 നിന്നും 3 കുറച്ചാൽ എത്രയാണ്? 11 നിന്നും 3 കുറച്ചാൽ 8. 8:60. നമ്മൾ ഒരിക്കലും 8:60 എന്ന് പറയാറില്ല. 8 മണിക്കൂർ, 8 മണി കഴിഞ്ഞ 60 മിനിറ്റ്. ഈ 60 മിനിറ്റ് ആകുമ്പോൾ എത്രയായി? 8 മണി കഴിഞ്ഞ 60 മിനിറ്റ് ആകുമ്പോൾ അടുത്ത മണിക്കൂറിലേക്ക് എത്തി. എത്രയാണ്? 8:60 എന്ന് പറയുന്നത് എത്രയാണ്? 9 മണി. മനസ്സിലായോ? ഈ 60 എന്ന് പറയുന്നത് എന്താണ്? 60 എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ ആ ഒരു 60ന് എന്ത് ചെയ്യാം? ഒരു റൗണ്ട് ആക്കിയിട്ട് 1 മണിക്കൂർ ആക്കാം. അപ്പോൾ 8 മണി കഴിഞ്ഞ 60 മിനിറ്റ് എന്ന് പറയുന്നത് 9 മണി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയും തരാം. അതായത് മിനിറ്റ് ഇല്ലാതെ മണിക്കൂർ മാത്രമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സമയം തരാം. അങ്ങനെ
തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സെയിം രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു 60 മിനിറ്റ് ഇവിടെ വരും. ആ 60 മിനിറ്റിനെ റൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം? 1 മണിക്കൂറാക്കി എടുത്തിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിലേക്ക് 8:60 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? 9 മണി. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഓപ്ഷൻ എന്തുണ്ടാവില്ല? 8:60 എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉണ്ടാവില്ല. ഏതാണ് ഉത്തരം? 9 മണിയായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഒരു ചോദ്യം എഴുതിക്കോളൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് വേണ്ട. ചോദ്യം. സമയം 12 മണിയാകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബ സമയം എത്രയായിരിക്കും? നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മണി. എല്ലാവർക്കും 12 എന്ന് കിട്ടിയോ? സമയം 12 മണിയാകുമ്പോൾ പ്രതിബിംബ സമയം എത്രയായിരിക്കും? ഓക്കെ, എങ്ങനെ ചെയ്യും? 12 മണി നമുക്ക് തന്നത് എന്താണ്? 11-നേക്കാൾ വലിയൊരു സംഖ്യയാണ്. 11-നേക്കാൾ വലിയൊരു സംഖ്യ ആണെങ്കിൽ എത്രയിൽ നിന്ന് മൈനസ് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യണം. 23:60 മൈനസ് 12 മണി. ഓക്കെ ആണല്ലോ? 23:60 മൈനസ് 12 ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. 60-ൽ നിന്ന് 0 കുറച്ചാൽ 60. 23-ൽ നിന്ന് 12 കുറച്ചാൽ 11. 11:60 എന്ന് കിട്ടും. അപ്പൊ 11:60 എന്ന് പറയുന്നത് ഏതായിരിക്കും സമയം? 11:60 എന്ന് പറയുന്നത് 11 മണി കഴിഞ്ഞ 60 മിനിറ്റ്. ഏതാണ് സമയം? 12 മണി തന്നെയായിരിക്കും. അപ്പൊ സമയം 12 മണി ആകുമ്പോൾ, ഓക്കെ, അതായത് ഒരു ക്ലോക്കിൽ സമയം 12 മണി ആകുമ്പോൾ പ്രതിബിംബ സമയം എത്ര തന്നെ ആയിരിക്കും? 12 തന്നെയായിരിക്കും. പറഞ്ഞത് വ്യക്തമാണോ? അതായത് 12 മണിക്ക് പ്രതിബിംബ സമയം എന്ത് തന്നെയായിരിക്കും? പ്രതിബിംബിച്ചു കാണിക്കുന്ന സമയവും 12 തന്നെയായിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്ലോക്കിലെ പ്രതിബിംബ സമയം എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. പ്രതിബിംബ സമയം കണ്ടെത്തുന്നത് ഓക്കെ ആണോ? പ്രതിബിംബ സമയം കണ്ടെത്തുന്നത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, തന്നിരിക്കുന്ന സമയം 11-നേക്കാൾ ചെറുതാണെങ്കിൽ 11:60 നിന്നും മൈനസ് ചെയ്യാം. സമയം 11-നേക്കാൾ വലുതാണെങ്കിൽ 11:60 നിന്നും 23:60 നിന്നും മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സമയം പ്രതിബിംബ സമയം 7:10 ആകുമ്പോൾ, അതായത് ഇവിടെ നമുക്ക് സമയം തന്നിട്ടില്ല, ക്ലോക്കിലെ സമയമല്ല തന്നത്. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും കൃത്യമായിട്ട് വായിച്ചു നോക്കണം. നമ്മൾ പ്രതിബിംബ സമയം എന്നൊക്കെ കാണുമ്പോൾ തന്നെ ഓടി ചെന്നിട്ട് ഉത്തരം കണ്ടെത്തല്ല വേണ്ടത്. ചോദ്യത്തിൽ തന്ന വിവരം എന്താണ്, ചോദിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉത്തരത്തിലേക്ക് പോവാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ധരിക്കുന്ന എന്താണ്? പ്രതിബിംബ സമയം 7:10 ആകുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രതിബിംബ സമയം എന്ന് പറയുന്നത് 7:10 ആണ്. ഓക്കെ, അതായത് ഇവിടെ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഒക്കെ നമ്മൾ ക്ലോക്കിലെ സമയം തന്നിട്ട് അത് പ്രതിബിംബിച്ച് കാണിക്കുന്ന സമയമായിരുന്നു ചോദിച്ചിരുന്നത്. എന്നാൽ ഇവിടെ പ്രതിബിംബ സമയം, അതായത് ഒരു ക്ലോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? സോറി, ഒരു കണ്ണാടിയിലെ ക്ലോക്ക് പ്രതിബിംബിച്ച് കാണിക്കുന്നുണ്ട്. ആ പ്രതിബിംബത്തിലെ സമയം 7:10 എന്ന് തന്നു. എന്നിട്ട് എന്താണ് ചോദിച്ചത്? ക്ലോക്കിലെ സമയം എത്രയായിരിക്കും? തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഈ രീതിയിൽ തിരിച്ചു ചോദിച്ചാലും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. തിരിച്ചു ചോദിച്ചാലും എങ്ങനെയാണോ നമ്മൾ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ. അതായത് സമയം തന്നിട്ട്, ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബ സമയം ചോദിച്ചാലും, ഇനി പ്രതിബിംബ സമയം തന്നിട്ട് ക്ലോക്കിലെ സമയം, അതായത് യഥാർത്ഥ സമയം എത്ര എന്ന് ചോദിച്ചാലും ഒരേ രീതിയിൽ ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ പ്രതിബിംബ സമയം 7:10 ആകുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ, ഒരു മാറ്റം വരുത്തണ്ട. മൈനസ് ചെയ്യുന്നിടത്ത് കൂട്ടാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു നോക്കാം. അപ്പൊ ഉത്തരം കിട്ടും. ഒന്ന് ചെയ്തു നോക്കിക്കോളൂ ട്ടോ. പ്രതിബിംബ സമയം 7:10 ആകുമ്പോൾ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും?
450. 450 എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. അതെങ്ങനെയാണ്? നമുക്ക് തന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സംഖ്യയായിട്ട് സങ്കല്പിക്കുന്നു 7 10. 7 ആണെങ്കിൽ എന്ത് ചെയ്യണം? 1160 നിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ 1160 മൈനസ് 7 ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി നിങ്ങളുടെ വക ഇവിടെ ഒന്നും മാറ്റം വരുത്താൻ നിൽക്കണ്ട കേട്ടോ. രണ്ട് രീതിയിലാണെങ്കിലും, അതായത് ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബ സമയം ചോദിച്ചാലും, ഇനി പ്രതിബിംബ സമയം തന്നിട്ട് ക്ലോക്കിലെ സമയം തിരിച്ചു ചോദിച്ചാലും സെയിം രീതിയാണ് ചെയ്യേണ്ടത്. അപ്പൊ 1160 നിന്നും എന്ത് ചെയ്താൽ മതി? 7 10 മൈനസ് ചെയ്താൽ മതി. 60 നിന്നും 10 കുറക്കുമ്പോൾ 50. 11 നിന്നും 7 കുറക്കുമ്പോൾ 4 450 എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം എത്രയാണ്? അപ്പൊ യഥാർത്ഥ സമയം 450, പ്രതിബിംബ സമയം എത്രയാണ്? 7 10. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും പ്രതിബിംബ സമയം ഓക്കെ ആണോ? പ്രതിബിംബ സമയം ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അത് നമുക്ക് ആകെ അറിഞ്ഞാൽ ഏത് പോയിന്റ് അറിഞ്ഞാലും മതി. 11 ചെറുതാണെങ്കിൽ 1160 നിന്ന് മൈനസ് ചെയ്യുക. 11 വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? 2360 നിന്ന് മൈനസ് ചെയ്യണം. ഈ ഒരു പോയിന്റ് മാത്രം എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. ഇനി ക്ലോക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മോഡൽ എന്ന് പറയുന്നത്, അടുത്ത മോഡലിലേക്ക് എടുക്കുകയാണ്. 2 മോഡൽ മാത്രം പഠിച്ചാൽ മതി ട്ടോ. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത്, നമുക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്ന് ചോദിക്കാം. ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കട്ടോ. അതായത് ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു വൃത്താകൃതിയിലുള്ള ക്ലോക്ക്, ഇനി വൃത്തത്തിൽ അല്ലെങ്കിൽ പോലും ഇനി ചതുരത്തിൽ, പല ക്ലോക്കും പല രീതിയിലായിരിക്കും. ചതുരത്തിലും ത്രികോണ രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ക്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികളുടെ സഞ്ചാരം, അല്ലെങ്കിൽ അതിലെ സൂചികളുടെ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു വൃത്തപാതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലോക്ക് ആകുമ്പോൾ അതിന്റെ ഇടയിലുള്ള സൂചികൾക്കിടയിലുള്ള കോണളവുകൾ എന്ത് ചെയ്യും? രൂപീകരിക്കപ്പെടും. ആ കോണളവ് എത്രയാ എന്നുള്ളത് സാധാരണ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അതും കൂടെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സമയം 3 മണി. ഓക്കെ അല്ലേ? 3 മണി ആകുമ്പോൾ എന്ത് ചെയ്യും? മണിക്കൂർ സൂചി 3-ന് നേരെയും മിനിറ്റ് സൂചി എന്ത് ചെയ്യും? 12-ന് നേരെയും. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലംബമായിട്ടുള്ള ഒരു കോണ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണ്? ഇവിടെ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഇതിൽ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ 5:20 5:20 ആകുമ്പോൾ എത്രയാന്നുള്ളത് നമുക്കൊരു പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാൻ സാധിക്കില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ക്ലോക്കിലെ ടോട്ടൽ കോണളവ് എത്രയായിരിക്കും? ടോട്ടൽ കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നിങ്ങൾ റെസ്പോൺസ് ചെയ്താലേ നമുക്ക് പറയുമ്പോ ഒരു ഇതുള്ളൂ ട്ടാ. ടോട്ടൽ, ഒരു ക്ലോക്കിലെ ടോട്ടൽ കോണളവ് 360. എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതായത് ഒരു വൃത്തത്തിന്റെ ടോട്ടൽ കോണളവ് അതന്നെയല്ലേ, ഇവിടുത്തെ ഒരു വൃത്തമാണ്, അല്ലെങ്കിൽ ഈ സഞ്ചാരം എന്ന് പറയുന്ന വൃത്താകൃതിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ കോണളവ് എപ്പോഴും എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഓരോ 5 മിനിറ്റുകൾക്കിടയിലുള്ള, അതായത് ഈ ഒരു കോണളവ് എത്ര ആയിരിക്കും? ഓരോ 5 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ആയിരിക്കും? അങ്ങനെ ഓരോ 5 മിനിറ്റ്, എത്ര 5 മിനിറ്റുകൾ ഉണ്ട്? ഈ 360 ഡിഗ്രി എത്ര 5 മിനിറ്റുകളായിട്ട് തുല്യമായിട്ട് ഭാഗം വെച്ചിട്ടുണ്ട്? 12 തുല്യ 32. ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഈ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇങ്ങനെ ഓരോ 5, അതായത് ഇത് 30 ഇത് 30 ഇത് 30 ഇത് 30, ഇങ്ങനെ ഓരോ 30 മിനിറ്റ്, അങ്ങനെയാണ് ടോട്ടൽ എത്ര വരുന്നത്? 360 ഡിഗ്രി വരുന്നത്. ഓക്കെ ആണല്ലോ. ഓരോ 5 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ഒരു കണക്കൊന്ന് നോക്കി വെച്ചോളൂ ട്ടോ, ചോദ്യം വരാം. 5 മിനിറ്റുകൾക്കിടയിലുള്ള കോണളവ്, ഓരോ 5 മിനിറ്റിന്റെ ഇടയിലുള്ള കോണളവ് എത്രയാണ്? 30. 30 ഡിഗ്രി. ഈ ഒരു മിനിറ്റ്, അതായത് ഇവിടെ ഒരു മിനിറ്റ്, ഈ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 5 മിനിറ്റ് 30 ആണെങ്കിൽ ഒരു മിനിറ്റ് എത്ര ആയിരിക്കും? 6 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? എങ്ങനെ 6 ഡിഗ്രി കിട്ടുന്നത്? അതായത് ഓരോ 5 മിനിറ്റ്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പൊ ഇതിലെ ഓരോ മിനിറ്റുകള് ഇതിൽ 5 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഒരു മിനിറ്റുകൾ എത്ര ആയിരിക്കും? 6 ഡിഗ്രി 6 ഡിഗ്രി എത്ര ആയിരിക്കും? 6-5-30. 6 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഒരു അര ഡിഗ്രി എന്ന് പറയും, സോറി, അര മിനിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? ക്ലോക്കിൽ അര മിനിറ്റ്
3 മിനിറ്റ്. ഓക്കെ ആണോ? കണക്കുകൾ ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു കണക്കൊന്ന് നോക്കി വെക്കുക. അത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കി എന്തെങ്ങനെ വരുന്നത് എന്നൊന്ന് നോക്കി വെച്ചാൽ തന്നെ കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെക്കട്ടാ. ചിലപ്പോ ചോദിക്കാം. ഒരു ക്ലോക്കിൽ ഒരു മിനിറ്റിന്റെ ഇടയിൽ വരുന്ന കോണളവ് എത്ര? അങ്ങനെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി. അര മിനിറ്റ് 3 ഡിഗ്രി, 1 മിനിറ്റ് 6 ഡിഗ്രി. 5 മിനിറ്റ് ആകുമ്പോൾ, അതായത് ഓരോ മിനിറ്റ് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് ആകുമ്പോൾ 30 ഡിഗ്രി. ടോട്ടൽ കോണളവ് 5 മിനിറ്റുകൾ എത്ര ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പൊ 12 × 30, അതായത് ടോട്ടൽ കോണളവ് എന്ന് പറയുന്ന എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ കണക്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ. ഓക്കെ. ഇനി നമ്മളോട് ക്ലോക്കിലെ കോണളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂത്രവാക്യം വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പല മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് കോണളവാണ് ചോദിക്കുന്നതെങ്കിൽ മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടെത്താനുള്ള സൂത്രവാക്യം 30 ഗുണിക്കണം അവർ. ഓക്കെ, മണിക്കൂർ 30 ഗുണിക്കണം അവർ, അല്ലെങ്കിൽ 30 ഗുണിക്കണം മണിക്കൂർ മൈനസ് 11/2 മിനിറ്റ്. ഈ സൂത്രവാക്യം ഒന്ന് ഓർത്തു വെക്കുക. ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3 സ്റ്റെപ്പോട് കൂടി ചെയ്യൽ കഴിയും. ഓക്കെ, ഇത് സൂത്രവാക്യം കാണുമ്പോൾ എല്ലാവർക്കും ഒരു എന്തോ ഈ ബൈ എന്നൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഈ 11/2 മിനിറ്റ് എന്നൊക്കെ കാണുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ക്ലോക്കിലെ കോണളവ് കാണുന്നത് എങ്ങനെയാണ്? 30 ഗുണിക്കണം മണിക്കൂർ മൈനസ് 11/2 മിനിറ്റ്. ഈ സൂത്രവാക്യത്തിലാണ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ക്ലോക്കിലെ മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ? സൂത്രവാക്യം ക്ലിയർ ആണോ? 30 ഗുണിക്കണം മണിക്കൂർ, അതായത് സമയം. ഇവിടെ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. സമയം 10:20 ആകുമ്പോൾ മണിക്കൂർ, മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന സമയത്തിൽ മണിക്കൂർ എത്രയാണ്? 30 ഗുണിക്കണം മണിക്കൂർ. മണിക്കൂർ 10, അതായത് h മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 30 × 10 മൈനസ് 11/2. മിനിറ്റ് എത്രയാണ്? സമയത്തിലെ മിനിറ്റ് എന്ന് പറയുന്നത് 20. ഓക്കെ ആണല്ലോ? 30 ഗുണിക്കണം മണിക്കൂർ മൈനസ് 11/2 മിനിറ്റ്. മണിക്കൂർ 10 കൊടുത്തു, മിനിറ്റിന്റെ അടിസ്ഥാനത്ത് 20 കൊടുത്തു. ഇനി നേരെ ചെയ്താൽ മതി. 30 × 10 എത്ര? 300 മൈനസ് 2ഉം 20ഉം വെട്ടാം. എപ്പോഴും ഇവിടെ വെട്ടാൻ സാധിക്കും. 2ഉം 20ഉം വെട്ടിയാൽ എത്ര? 10. 11 × 10 എത്ര? 11 × 10 110 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ചെയ്യുന്ന രീതി മനസ്സിലായോ? ഒന്നുമില്ല. 30 ഗുണിക്കണം മണിക്കൂർ മൈനസ് 11/2 മിനിറ്റില് നമ്മൾ സൂത്രവാക്യത്തിൽ കൊടുത്തു. 30 × 10 300 മൈനസ് ഈ 2ഉം 20ഉം വെട്ടി 10. 11 × 10 110. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ എന്ത് ചെയ്യും? ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ സംഖ്യയും ഇവിടെ വലിയ സംഖ്യയും വരും. അതായത് ചെറുതിൽ നിന്ന് വലുത് കുറക്കുക എന്നുള്ള രീതി ചില ചോദ്യങ്ങൾ വളരെ റയറായിട്ട് സാധാരണ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഇതിൽ ഏതാണോ വലുത് അതിൽ നിന്നും ചെറുത് കുറക്കാം. മനസ്സിലായോ? എവിടെയാണോ വലിയ സംഖ്യ ഉള്ളത് അവിടെ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. 30 ഗുണിക്കണം മണിക്കൂറാണോ വലുത് എങ്കിൽ എന്ത് ചെയ്യാം? ഈ 11/2 മിനിറ്റ് ചെയ്തിട്ട് അത് കുറയ്ക്കാം. ചിലപ്പോ ഈ ഒരു ക്രിയ, ഈ ഒരു ഭാഗമായിരിക്കും വലുത് കിട്ടുക. ഈ ഒരു ഭാഗം വലുത് കിട്ടിയാൽ എന്ത് ചെയ്യുക? ആ ഒരു സംഖ്യയിൽ നിന്നും ഈ ചെറിയ സംഖ്യ കുറക്കാം. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഇവിടെ 30 × 10 300 കിട്ടി. 11/2 × 20 എത്ര കിട്ടി? 110 കിട്ടി. 300 മൈനസ് 110. 300 മൈനസ് 110 എത്ര കിട്ടും? 190 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 190 എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ചോദ്യങ്ങൾക്ക് ഇതേപോലെ 180നേക്കാൾ വലിയ ഒരു സംഖ്യ കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി പറയുന്ന പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്ത ഉത്തരം 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു ക്രിയ ചെയ്യുമ്പോൾ 180നേക്കാൾ വലിയ ഒരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പും കൂടി. ഓക്കെ, 180നേക്കാൾ വലിയ സംഖ്യ കിട്ടിയാൽ മാത്രം, 180നേക്കാൾ ചെറിയ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഇനിയിപ്പോ ഇവിടെ തിരിച്ചാ കിട്ടിയത് 120 അല്ലെങ്കിൽ 140 ഇങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടിയാൽ അവിടെ അവസാനിപ്പിക്കാം. അതാണ് ഉത്തരം. ഇനി അതല്ല, ചില ചോദ്യങ്ങൾക്ക് ഇതുപോലെ 180നേക്കാൾ വലിയ സംഖ്യ കിട്ടും. 180നേക്കാൾ വലിയ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്സ് കോണ് എന്നാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അത്തരത്തിലുള്ള കോണുകൾ നമുക്ക് ആവശ്യമില്ല. അതിനെ റിഫ്ലക്സ് കോൺ എന്ന് പറയും. അതൊരിക്കലും എക്സാമിന് നമുക്ക് കാറ്ററ്റ് പരീക്ഷയ്ക്ക് ചോദിക്കില്ല.
അപ്പൊ അത്തരത്തിലുള്ള ഒരു കോണ് കിട്ടിയാൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുക, ആ കിട്ടിയ ഉത്തരത്തെ 360 നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എപ്പോൾ മാത്രം റിഫ്ലക്സ് കോൺ, അതായത് 180നേക്കാൾ വലിയ കോണ് കിട്ടിയാൽ മാത്രം, 180നേക്കാൾ വലിയൊരു കോണ് കിട്ടിയാൽ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം, 360 നിന്നും ആ കിട്ടിയ ഉത്തരത്തെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. 360 മൈനസ് 190 ചെയ്യാം. ഇതെപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതേപോലെ ചില ചോദ്യങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചില സമയത്ത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ റിഫ്ലക്സ് കോണ് കിട്ടുന്ന രീതിയിൽ, അതായത് നമുക്ക് 180നേക്കാൾ വലിയ കോണളവ് കിട്ടും. 180നേക്കാൾ വലിയ കോണളവ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിൽ കോണളവ് വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം. എന്ത് ചെയ്യണം, 360 നിന്നും ആ ഒരു കോണളവ് കുറക്കാം. 360 നിന്നും 190 കുറച്ചാൽ എത്ര കിട്ടും, 170 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണോ? ഉത്തരം എത്രയാണ്, 170 ഡിഗ്രിയാണ്. അതായത് ഒന്നുമില്ല, ഈ ഒരു പോയിന്റ് കൂടി ഇതിനോടൊപ്പം വന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഇത് ചെയ്തത് 180നേക്കാൾ വലിയൊരു കോണളവ് കിട്ടുമ്പോൾ നമുക്ക് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് കാണാൻ 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ് എന്ന് പറയുന്ന സൂത്രവാക്യത്തിൽ ചെയ്താൽ മതി. ഓക്കെ, സമയം 4:20. ഞാൻ മറ്റൊരു ചോദ്യം കാണിക്കാം. സമയം 4:20 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ചോദ്യം, മറ്റൊരു ചോദ്യം പറയാണ്. സമയം 4:20 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 30 ഗുണിക്കണം അവറിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാ, 4 കൊടുക്കുക, മൈനസ് 11/2 മിനിറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 20 കൊടുക്കുക. 30 × 4 120, മൈനസ് 2ഉം 20ഉം വെട്ടം 10. 11 × 10 എത്ര, 110. 120 നിന്ന് 110 കുറച്ചാൽ എത്ര, 10 ഡിഗ്രി. ഉത്തരം എത്രയാണ്, 10 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. സമയം 4:20 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര, 10 ഡിഗ്രി. ഇനി ഒന്നും ചെയ്യാനില്ല, ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ചില സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് 180നേക്കാൾ വലിയ കോണളവ് കിട്ടും. അങ്ങനെ 180നേക്കാൾ വലിയൊരു കോണളവ് കിട്ടിയാൽ ഒരു സ്റ്റെപ്പ് കൂടി എന്ത് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്, 360 നിന്നും ആ കിട്ടിയ ഉത്തരത്തെ മൈനസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും? ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. സമയം 11:50 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? സമയം 11:50 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഉത്തരം കിട്ടിയോ? സമയം 11. ഓക്കെ, എങ്ങനെ ചെയ്യും? സമയം 11:50 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഓക്കെ, സൂത്രവാക്യം ഓരോ ചോദ്യം എഴുതുമ്പോഴും സൂത്രവാക്യം എഴുതിക്കൊള്ളട്ടെ, മടി വിചാരിക്കണ്ട. എന്നാൽ നമുക്കത് പഠിഞ്ഞോളും. ആവർത്തിക്കും തോറും പഠനം നമുക്ക് ദൃഢമാകും എന്നാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും ചെയ്യുമ്പോഴും 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ്. ഓക്കെ, 30 ഗുണിക്കണം അവർ എത്രയാണ്, അവർ എന്ന് പറയുന്നത് 11 മൈനസ് 11/2 മിനിറ്റ് എത്രയാണ്, ഇവിടെ മിനിറ്റ് എന്ന് പറയുന്നത് 50. ഓക്കെ, 30 × 11 330 എന്ന് കിട്ടും. മൈനസ് 2 × 2 50 വെട്ടിയാൽ 25. 11 × 25
275 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഏതാണോ വലുത് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചെറുത് കുറക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 330 നിന്നും 275 കുറച്ചാൽ എത്രയാണ്? 55 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്ര? 55 ഡിഗ്രി. ഒന്നും ചെയ്യാനില്ല, അതോടുകൂടി ഉത്തരം കിട്ടി. ഓക്കെ, 55 ഡിഗ്രി ഉത്തരം കൊടുക്കാം. എത്രയാണ്? 55 ഡിഗ്രി. എപ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത്? ഈ കിട്ടിയ ഉത്തരം 180നേക്കാൾ വലിയൊരു ഉത്തരമാണ് കിട്ടിയതെങ്കിൽ, 180നേക്കാൾ വലിയൊരു ഉത്തരം കിട്ടിയാൽ ഒരു സ്റ്റെപ്പ് കൂടി എന്ത് ചെയ്യണം? അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ അവസാനിപ്പിക്കാം. ഉത്തരം കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം എഴുതിക്കോളൂ. സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? സമയം 11:10 ആകുമ്പോൾ സമയം 11:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഉത്തരം കിട്ടിയോ? ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സൂത്രവാക്യത്തിലേക്ക് കൊടുക്കുക. മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവാണ് ചോദിച്ചത്. 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ് എന്നുള്ള സൂത്രവാക്യത്തിൽ ചെയ്താൽ ഉത്തരം കിട്ടും. 30 ഗുണിക്കണം അവർ എത്രയാണ്? 11 മൈനസ് 11/2 മിനിറ്റ് എത്രയാണ്? 10. 30 × 11 330 എന്ന് കിട്ടും. മൈനസ് 2 × 10 2 10 വിട്ടാൽ 5. 11 × 5 55. 330 നിന്ന് 55 കുറച്ചാൽ എത്ര കിട്ടുന്നത്? 285 എന്ന് കിട്ടും അല്ലെ? അങ്ങനെ തന്നെയല്ലേ കിട്ടിയത്? 275. ഓക്കെ, 275. ഓക്കെ, ഒരിക്കലും 275 എന്ന് പറയുന്ന ഉത്തരം കൊടുക്കുക. അഥവാ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ എന്തുണ്ടാവും? ഓപ്ഷനും ഉണ്ടാവും. ഓപ്ഷൻ എന്തുണ്ടായിരിക്കും? 270. ഇപ്പൊ ഫസ്റ്റ് ചെയ്ത ചോദ്യം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ വന്നത്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ എന്തുണ്ടായ? 190 എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 190 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? 190 ഓടി ചെന്ന് കൊടുക്കരുത്. ഇവിടെ കിട്ടിയപ്പോൾ 190 കിട്ടി, അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ ഇതേപോലെ തന്നെ ഇവിടെയും എന്ത് തരാം? 275 എന്ന ഓപ്ഷൻ തരാം. 330 മൈനസ് 55 ചെയ്തു 275 എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടി. നമുക്ക് ഒരിക്കലും 275 എന്നുള്ള ഒരു ഉത്തരം പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്? 180നേക്കാൾ വലിയൊരു കോണളവാണ് കിട്ടുന്നതെങ്കിൽ അത് റിഫ്ലക്സ് കോൺ എന്നാണ് പറയുന്നത്. ഓക്കെ, കോണളവ് എത്ര എന്നുള്ള ചോദ്യത്തിൽ ഒരിക്കലും 180നേക്കാൾ വലിയൊരു കോണളവ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, 180നേക്കാൾ വലിയൊരു കോണളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യണം. അങ്ങനത്തെ ചോദ്യങ്ങളിൽ മാത്രമാണ് ചെയ്യേണ്ടത് ട്ടാ. ഇവിടെ നമുക്ക് 180നേക്കാൾ ചെറിയൊരു കോണളവാ കിട്ടിയതെങ്കിൽ അവിടെ കഴിഞ്ഞു, അത് ഉത്തരം കൊടുത്താൽ മതി. എന്നാൽ ഇവിടെ 180നേക്കാൾ വലിയൊരു കോണളവാണ് കിട്ടിയത്. അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടി എന്താ ചെയ്യേണ്ടത്? 360 മൈനസ് 275. ഓക്കെ ആണല്ലോ? പതിനഞ്ചിൽ നിന്നും 7 കുറച്ചിട്ടുണ്ടെങ്കിൽ 8. ഓക്കെ, 85 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 85 ഡിഗ്രി. ഈ ഒരു സ്റ്റെപ്പ് എവിടെ മാത്രമേ ഉള്ളൂ?
നമുക്ക് 180 ഓക്കെ 180 ആണ് കേട്ടോ. 180 ഡിഗ്രിയേക്കാൾ വലിയൊരു കോണളവ് കിട്ടിയാൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ആണ്. അപ്പൊ ഈ രീതിയിലാണ് കോണളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്. മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യമാണ്. സമയം 4:20 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്നുള്ളത്. ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതിബിംബ സമയം കണ്ടപ്പോൾ നമുക്ക് എന്തുണ്ടായിരുന്നു? മിനിറ്റ് ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെയും നമുക്ക് ചോദിക്കാം. എങ്ങനെ? സമയം 2 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 3 മണിയാകുമ്പോൾ, അതായത് മിനിറ്റ് ഇല്ലാതെ മണിക്കൂർ മാത്രമുള്ള സമയങ്ങള്. അങ്ങനെ മണിക്കൂർ മാത്രമുള്ള സമയങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സൂത്രവാക്യം എന്താണ്? 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ്. ഓക്കെ, ഇവിടെ 30 ഗുണിക്കണം അവർ എത്രയാണ്? 2 മൈനസ് 11/2 മിനിറ്റ് എത്രയാണ്? 0. ഓക്കെ, മിനിറ്റ് എത്രയാണ്? 0 ആണ്. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0 ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മണിക്കൂർ മാത്രമുള്ള സമയമാണെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായോ? അതായത് മിനിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11/2 ഇൻറ്റു മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. എന്ത് മാത്രം ചെയ്താൽ മതി? 30 ഗുണിക്കണം മണിക്കൂർ, ആ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി. നമ്മൾ സൂത്രവാക്യത്തിൽ മണിക്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആ ഒരു ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. മൈനസ് 11/2 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവണ്ട. എങ്ങനെയാണെങ്കിൽ സമയം മണിക്കൂർ മാത്രമുള്ളുവെങ്കിൽ ഇവിടെ സമയം 2 മണി. 2 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് ഇല്ല. ഇത്തരത്തിൽ മിനിറ്റ് ഇല്ലാത്ത സമയമാണ് തരുന്നതെങ്കിൽ മാത്രം എന്ത് ചെയ്യാ? ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് 30 ഗുണിക്കണം അവർ, ആ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ 30 ഗുണിക്കണം 2, 30 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്ര? 60. ഉത്തരം എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇത് എപ്പോ മാത്രം നമ്മൾ സാധാരണ പൊതുവെ തരാറുള്ളത് മണിക്കൂർ മിനിറ്റ് സൂചികൾ മണിക്കൂർ മിനിറ്റും വരുന്ന സമയം 4:20, 5:60, 5:40 ഇങ്ങനെ എന്ത് ചെയ്യും? തരും. അങ്ങനെ തരുമ്പോൾ 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ് എന്നുള്ള ആ ഒരു സൂത്രവാക്യത്തിൽ ചെയ്യുക. ഇനി അതല്ല മണിക്കൂർ മാത്രമുള്ള ഒരു സമയമാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 30 ഗുണിക്കണം എത്രയാണോ മണിക്കൂർ അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കൂ. സമയം 9 മണിയാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? 180. ഡിഗ്രി. 180 ആണോ എല്ലാവർക്കും കിട്ടിയത്? ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. സമയം 9 മണിയാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30 ഗുണിക്കണം അവർ മാത്രമുള്ള ഭാഗം. 30 ഗുണിക്കണം അവർ, ഇവിടുത്തെ അവർ എത്രയാണ്? 9. 30 ഗുണിക്കണം 9. 30 ഗുണിക്കണം 9 എത്ര കിട്ടും? 270 എന്ന് കിട്ടും അല്ല. 30 × 9 270. നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഒരിക്കലും 270 എന്ന് പറയുന്ന ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇത് 180 വലിയൊരു കോണാണ്. 180 വലിയൊരു കോണ് കിട്ടിയാൽ അത് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ 180 വലിയൊരു കോണളവ് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? 180 വലിയൊരു കോണ് കിട്ടിയാൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. 180 വലിയൊരു കോണ് കിട്ടിയാൽ 360 നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 360 മൈനസ് 270. 360 മൈനസ് 270 എത്ര കിട്ടും? ഉത്തരം 90 ഡിഗ്രി ആണ് വരിക കേട്ടോ. 90 ഡിഗ്രി. ഉത്തരം ഓക്കെ ആണോ? എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? അതായത് ഇവിടെ 270 എന്ന് പറയുന്ന ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണ്? അത് 180 വലിയൊരു കോണളവാണ്. അതൊരിക്കലും ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. അതായത് 9 മണിയാകുമ്പോൾ എങ്ങനെയായിരിക്കും? മണിക്കൂർ മിനിറ്റ് സൂചി ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ല. ഇവിടെ ഉണ്ടാവും 9, ഇവിടെ 12. പക്ഷെ നമുക്ക് കിട്ടുന്ന 270 എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കിട്ടുന്നത്. ഈ ഭാഗമല്ല കോണളവ് എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗമാണ് കോണളവ്. അപ്പൊ ഈ ഒരു ഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ കിട്ടിയതിൽ നിന്നും, അതായത് നമുക്ക് 180 വലിയൊരു കോണളവ് കിട്ടിയാൽ അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, അതായത് യഥാർത്ഥ കോണളവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി?
360 നിന്നും മൈനസ് ചെയ്താൽ മതി. 360 മൈനസ് 270. 360 നിന്നും 270 കുറച്ചാൽ എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. 90 ഡിഗ്രിയാണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും? ഒരൊറ്റ ചോദ്യം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം ട്ടോ. സമയം 6 മണിയാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? സമയം 6 മണിയാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര? ഉത്തരം കിട്ടിയോ? അങ്ങനെ കിട്ടും. സമയം 6 മണിയാകുമ്പോൾ ഏത് ഭാഗം മാത്രം മതി? 30 ഗുണിക്കണം 6. 30 ഗുണിക്കണം 6 എത്ര? 180 ഡിഗ്രി. 180 ഡിഗ്രി ആകുമ്പോൾ ഇനി കുറച്ചാൽ 360 നിന്ന് 180 കുറച്ചാലും അവിടെയും കിട്ടും 180. അതായത് 6 മണിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മണിക്കൂർ മിനിറ്റ് സൂചികള് ഒരു ലംബമായിട്ടായിരിക്കും, ഒരു ലംബല്ല, നേർരേഖയിലായിരിക്കും നീക്കുക. അതായത് ഇവിടെ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും കോണളവ്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അതല്ലേ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കിട്ടും. 6 മണിയാകുമ്പോ മണിക്കൂർ സൂചി 6ലേക്കും മിനിറ്റ് സൂചി നേരെ മുകളിലേക്ക് 12ലേക്കുമായിട്ട് നിൽക്കും. അതായത് അവിടെ കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്? ചോദിക്കാറുള്ളത്. ഒന്ന് പ്രതിബിംബ സമയം. പ്രതിബിംബ സമയം ചോദിച്ചാൽ തന്നിരിക്കുന്ന സമയത്ത് ഒരു സംഖ്യ ആയിട്ട് സങ്കല്പിച്ച് അതൊരു 11നേക്കാൾ ചെറുതാണെങ്കിൽ 1160 നിന്നും മൈനസ് ചെയ്യാം. ഇനി അതല്ല 11നേക്കാൾ വലുതാണെങ്കിൽ 2360 നിന്നും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതാണ് പ്രതിബിംബ സമയം കണ്ടെത്താനുള്ള രീതി എന്ന് പറയുന്നത്. ഇനി കോണളവാണ് ചോദിക്കുന്നതെങ്കിൽ, മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവാണ് ചോദ്യമെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് ചോദിച്ചാൽ 30 ഗുണിക്കണം അവർ മൈനസ് 11/2 മിനിറ്റ് എന്ന് പറയുന്ന സൂത്രവാക്യത്തിൽ ചെയ്യുക. കിട്ടിയ ഉത്തരം 180നേക്കാൾ വലുതാണെങ്കിൽ എന്ത് ചെയ്യണം? 360 നിന്ന് മൈനസ് ചെയ്യുക. ഇനി അതല്ല 180നേക്കാൾ ചെറുതാണെങ്കിൽ അത് തന്നെയാണ് എന്ത് ഉത്തരം എന്ന് പറയുന്നത്. ഈ രണ്ട് മോഡൽ മാത്രമേ എന്തിനുള്ളൂ? പ്രധാനമായിട്ടും നമുക്ക് ക്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? പക്ഷെ 12 മണിയാണെങ്കിൽ 0 ഡിഗ്രി ആണോ വരിക? 0 ഡിഗ്രി ആയിരിക്കും. സമയം 12 മണിയാകുമ്പോൾ നമ്മൾ പ്രതിബിംബ സമയം എങ്ങനെ കാണും? 30 ഗുണിക്കണം 12. 30 ഗുണിക്കണം 12 എന്ന് പറയുമ്പോൾ 360 എന്ന് കിട്ടും. 360 എന്ന് പറയുന്നത് എന്താണ്? റിഫ്ലക്സ് കോണാണ്. അതായത് 180നേക്കാൾ വലിയൊരു കോണളവാണ്. 180നേക്കാൾ വലിയൊരു കോണളവാണെങ്കിൽ 360 നിന്ന് മൈനസ് ചെയ്യണം. 360 മൈനസ് 360 എന്ന് പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രി. അതായത് ക്ലോക്ക് സങ്കല്പിച്ചാൽ മതി. 12 മണി ആകുമ്പോൾ മിനിറ്റ് സൂചി എങ്ങോട്ടായിരിക്കും? 12ലേക്കായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും എന്ത്? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും രണ്ടും എങ്ങനെ ആയിരിക്കും? 12ലേക്ക് നേരെ ആയിരിക്കും. അതായത് ഒട്ടി നിൽക്കായിരിക്കും. അതിന്റെ ഇടയിൽ എന്തുണ്ടാവില്ല? ഒരു കോണളവ് രൂപീകരിക്കപ്പെടുന്നുണ്ടാവില്ല. അതായത് 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. 12 മണി ആകുമ്പോൾ, അങ്ങനെ ഈ 12 മണി അല്ല ട്ടോ, പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോക്കിൽ 22 ടൈമുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 0 ഡിഗ്രി രൂപീകരിക്കപ്പെടുന്ന സമയങ്ങളുണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ 12 മണി ആകുമ്പോൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, നമ്മൾ ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങളും, ക്ലോക്കിലെ പ്രതിബിംബ സമയം അതേപോലെ തന്നെ കോണളവും, ഇത് രണ്ടും എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? അതെ. ഓക്കെ,
ഇപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇനി അടുത്ത വിഷയം അടുത്ത ടോപ്പിക്കുകളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പൊ എക്സാമിന്റെ ഡേറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സിന്റെ സമയം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. തൽക്കാലം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം ഒരു ദിവസം എന്നുള്ള രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം. ഒരു സമയം വരുമ്പോൾ നമ്മൾ ഇനി സമയം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ 2-3 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദീർഘിപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സമയം ഉണ്ടാവും. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പരീക്ഷ ഭവൻ പെട്ടെന്നൊരു ഡേറ്റ് പറയില്ല. SLC പരീക്ഷ മറ്റു പരീക്ഷകളൊക്കെ ഉണ്ടായത് കൊണ്ട് മാർച്ചിൽ ഫുള്ള് പരീക്ഷ ആയതുകൊണ്ട് തന്നെ മാർച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, പരീക്ഷ പ്രതീക്ഷിച്ചാൽ മതി. സമയം കിട്ടും എന്നുള്ളതാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കേട്ടറ്റ് പരീക്ഷ സിമ്പിൾ ആവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, സിമ്പിൾ ആവും, ആവാതിരിക്കില്ല. പക്ഷെ അന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കരുത്. പഠിച്ചാൽ മാത്രം സിമ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, 90 മാർക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം.